ബോൾഡ് ഐഡിയയുള്ള ആളുകളെ, ബോൾഡ് ഐഡിയയുള്ള യങ്സ്റ്റേഴ്സിനെ നന്നായി പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യം. സൂചിപ്പിക്കുന്നത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങൾ പല ഫീൽഡിൽ നിന്നും വന്നിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഗുഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും, ബെറ്റർ എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് സ്കീമുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ജോബ് ക്രിയേറ്റേഴ്സാണ് കൂടുതലുള്ളത്, ജോബ് മേക്കേഴ്സാണ്. ജോബ് മേക്കേഴ്സ് ഉണ്ടായെങ്കിൽ മാത്രമേ ജോബ് ക്രിയേറ്റേഴ്സിൻ്റെ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നുണ്ട്. അസാധ്യമായിട്ടുള്ള ഐഡിയകൾ പ്രദാനം ചെയ്യാവുന്ന പുതിയ ജനറേഷൻ അവരെല്ലാം പരാജയരുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇതിനെ പരാജയയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി തള്ളുകാരങ്ങൾ സിലിക്കൺ വാലി ഉണ്ടാവുമായിരുന്നില്ലല്ലോ. നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു പാഠം എൻ്റെ മനസ്സിൽ തോന്നിയത്, ഫെയിലിയർ എന്ന് പറയുന്നത് ഈ രംഗത്തില്ല. ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു ഓണറായിട്ട് കണക്കാക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുത്താൽ മാത്രമേ, അല്ലാണ്ട് നമ്മൾ ചെയ്യുന്നതാണ്, നമ്മുടെ സൊസൈറ്റി ചെയ്യുന്നതാണ്. ഒരാൾ സംരംഭം തുടങ്ങി പൊട്ടിയാൽ അവന്റെ തലയിൽ മൊത്തം വെച്ചുകെട്ടി ഇവൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ചിത്രീകരിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഗവൺമെന്റ് റോളുണ്ട്, സൊസൈറ്റിക്ക് റോളുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടിക്ക് റോളുണ്ട്. അപ്പൊ ഇവിടെ കംപ്ലീറ്റ് പോളിസി മാറ്റേണ്ട കാലമാണ്. കംപ്ലീറ്റ് പോളിസി മാറ്റേണ്ടത്. നമ്മൾ റെഡ് ടാപ്പിസം അല്ല ഉണ്ടാക്കേണ്ടത്, റെഡ് കാർപ്പറ്റാണ് വിരിച്ചുകൊണ്ട് ഇത്തരം സംരംഭം. അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾക്ക് തെരഞ്ഞെടുത്താൽ മതി.